അഭിനയത്തിന്റെ അന്താരാഷ്ട്ര തിളക്കത്തിലാണ് തൃശൂർ ചന്ദ്രാപ്പിനി സ്വദേശിയായ ഒരു 11-കാരൻ. ചിലിയിൽ നടന്ന സൗത്ത് ഫിലിം ആൻഡ് ആർട്സ് അക്കാദമി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീദിൽ മാധവാണ് ആ തിളങ്ങും താരം. സിനിമാ മോഹവുമായി നടന്ന് അവസാനം നിരാശനായി ജീവിതമാർഗം തേടി ഖത്തറിലേക്ക് പറന്ന അച്ഛൻ മാത്രമാണ് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ശ്രീദിലിന്റെ ഏക ബന്ധം. ബന്ധുവിന്റെ കല്യാണ വീട്ടിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം എടുത്ത ഒരു സെൽഫിയാണ് ശ്രീദിലിന് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ സംവിധായകൻ സിറിൽ സിറിയക് കാണാനിടയായി. അങ്ങനെ സിറിൽ സിറിയക്കിന്റെ കണ്ണാടിപ്പൊട്ട് എന്ന ഹ്രസ്വചിത്രത്തിൽ ആദിൽ നായകനായി. ചിത്രം ഹിറ്റായി. തുടർന്നാണ് ഖരം എന്ന സിനിമയിലേക്കുള്ള ക്ഷണം. പരിയാരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം തലവനായ PV ജോസ് ആയിരുന്നു ഖരത്തിന്റെ സംവിധായകൻ. ഖരം മികച്ച ബാലതാരത്തിനുള്ള ശ്രീദിലിന്റെ പുരസ്കാരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ചിലി ഫെസ്റ്റിവലിൽ സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ നിന്ന് പുരസ്കാരം നേടിയ ഏക ചിത്രമെന്ന പ്രത്യേകതയും ഖരം എന്ന ചിത്രത്തിന് മാത്രം അവകാശപ്പെട്ടത്. എൻ്റെ അച്ഛന് പണ്ട് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുറെ പൈസ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനാണ്. അച്ഛന്റെ സ്വപ്നം മകനിലൂടെ പൂവണിയുന്നതിൽ ശ്രീദിലിന്റെ അമ്മ നിതയ്ക്കും ഏറെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇവന്റെ അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു നല്ലൊരു നടനാവാം എന്നുള്ളത്. അത് ആൾക്ക് പറ്റിയില്ല. അത് ഇപ്പൊ മകനിലൂടെ സാധിച്ചപ്പോൾ അതിലും വലിയൊരു സന്തോഷം. അലക്കുകാരനായ അച്ഛന്റെ 2ാം വിവാഹത്തിൽ സമ്മാനമായി ലഭിച്ച കഴുതയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടിയായിരുന്നു ശ്രീദിലിന്റെ കഥാപാത്രം. കഥാപാത്രത്തെ അഭിനയത്തിലൂടെ ശ്രീദിൽ അനശ്വരമാക്കി. പുതിയ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ 6ാം ക്ലാസ്സുകാരൻ. ഇപ്പോൾ പഠനവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രീദിലിന്റെ തീരുമാനം. മീഡിയ 1 തൃശൂർ.